ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരരുതെന്നും വന്നാൽ മാർക്സിസ്റ്റ് പാർട്ടി ഇല്ലാതാവുകയും ഇടതുപക്ഷം തകരുകയും ത്രിപുര പോലെയാവും കേരളമെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞു. മൂന്നാം പിണറായി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരരുത്. മൂന്നാം പിണറായി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ മാർക്സിസ്റ്റ് പാർട്ടി ഇവിടെ ഇല്ലാതാകും. ഇടതുപക്ഷം തകർന്ന് തരിപ്പണമാകും. തുടർച്ചയായി 10 വർഷം പിണറായി സർക്കാർ കേരളം ഭരിച്ചത് മൂലം ഇവിടെ പാർട്ടി ഇന്ന് ജീർണതയിലാണ്. സഖാക്കളെല്ലാം അഴിമതിയുടെ രാജാക്കന്മാരായി മാറിയിരിക്കുന്നു. അവർ പാവപ്പെട്ടവരെ മറന്നു, കൃഷിക്കാരെ മറന്നു, തൊഴിലാളികളെ മറന്നു. പാർട്ടി പിണറായി വിജയനും ഒരു സംഘവും ഉപജാപ സംഘം പാർട്ടി ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. പിണറായി വിജയനോടൊപ്പം നിൽക്കുന്ന നേതാക്കന്മാരെല്ലാം കോടീശ്വരന്മാരായി മാറി. അവർ അവിഹിത സമ്പത്തുകൾ വാരിക്കൂട്ടിയിരിക്കുന്നു. പണപ്പിരിവ് മൂലം, പലതരത്തിലുള്ള പണപ്പിരിവ് മൂലം അഴിമതിയുടെ ചളിക്കുണ്ടിലായിരിക്കുന്നു പാർട്ടി. ഇങ്ങനെ പാർട്ടി മുന്നോട്ട് പോയാൽ ബംഗാളിൽ മാർക്സിസ്റ്റ് പാർട്ടി ഇല്ലാതായതുപോലെ, ത്രിപുരയിൽ മാർക്സിസ്റ്റ് പാർട്ടി ഇല്ലാതായതുപോലെ കേരളത്തിലും CPM ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷ സഹയാത്രികരായ സച്ചിദാനന്ദനും സാറാ ജോസഫും അതുപോലെ ഇടതുപക്ഷത്തെ ചിന്തിക്കുന്ന മെത്രാപ്പൊലീത്തയും ഒക്കെ പരസ്യമായി പറഞ്ഞത്. ചേലക്കര മണ്ഡലം UDF സ്ഥാനാർത്ഥി ശിവൻ വീട്ടിക്കുന്നിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചെയർമാൻ PM അമീർ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, TV ചന്ദ്രമോഹൻ, E വേണുഗോപാല മേനോൻ, TM കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.